ഏവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് പെന്തക്കോസ് വിശ്വാസ രീതിയിൽപ്പെട്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് സ്വാഗതം. അവർക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. കാരണം ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മുഖ്യമായും അവർക്ക് വിടുതലും ആശ്വാസവും ആന്തരിക ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുന്നതുമാകണം എന്ന ഉദ്ദേശത്തോടുകൂടെ യേശുവിൻ്റെ പഠിപ്പീരുകളെ ആശ്രയിച്ചും അവൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അംശങ്ങളെ മാത്രം കണക്കാക്കി വിഭാവന ചെയ്തിട്ടുള്ള ആശയ സമ്പത്താണ്, വിരുന്നാണ്, ബാങ്ക്വറ്റ് ഓഫ് സ്പിരിച്വൽ ഇൻസൈറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് പ്രത്യേകം പെന്തക്കോസ് വിഭാഗത്തിലുള്ള സഹോദരി സഹോദരന്മാർക്ക് സ്വാഗതം ഞാൻ അരുളിയത്. നമ്മുടെ ഇന്നത്തെ പെന്തക്കോസ്ത ചിന്താവിഷയം സാത്താനും മതവും എന്നുള്ളതാണ്. സാത്താനും മതവും സുവിശേഷങ്ങളോട് വിദൂരമായി പരിചയമുള്ള എല്ലാവരും സമ്മതിക്കുന്നതാണ്. സാത്താനില്ലാതെ സുവിശേഷമില്ല. നിങ്ങൾ സുവിശേഷത്തിൽ നിന്ന് സാത്താനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അധികമൊന്നും അവശേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പലരും ഞെട്ടി ചുളിക്കും. ഇപ്പം തന്നെ എൻ്റെ നെറ്റി ചുളിഞ്ഞു. വല്ലപ്പോഴും ഒക്കെ നെറ്റി ചുളിയുന്നത് നല്ലതാണ്. അത് തരത്തിലുള്ള എക്സസൈസാണ്. പക്ഷെ സത്യം സത്യമാണ് എന്നതുകൊണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ. യേശു സ്നാപക യോഹന്നാനാൽ യോർദാനിൽ സ്നാനമേറ്റ ശേഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായി. പരിശുദ്ധാത്മാവ് അവനെ സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടത് മരുഭൂമിയിലേക്ക് നയിച്ചു നാം വായിക്കുന്നു. അതിനപ്പുറത്ത് കൂടുതൽ വെളിപ്പെടുത്തലൊന്നും ആവശ്യമില്ല. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പലവിധമായ സാത്താന്യ പ്രവൃത്തികളും ഇടപെടലുകളും നടക്കുന്നുണ്ടെങ്കിലും അത് അപ്രകാരം തന്നെ വേണ്ടതുപോലെ വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ അത് വളരെ മൂർച്ചയോടുകൂടെ വെളിപ്പെടുത്തുന്ന ഒരു സംഭവം മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 16-ാം അധ്യായത്തിലുണ്ട്. ഞാനത് തൽക്കാലം വളരെ ഹ്രസ്വമായി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. കാരണം നമ്മുടെ വിഷയത്തോട് അത് വളരെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രം. സിസേറിയ ഫിലിപ്പായി, കൈസരുടെ ഫിലിപ്പയിൽ വെച്ച് യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് ജനം പറയുന്നത്? അതിനവർ ചില മറുപടിയൊക്കെ പറയുന്നു. എന്നിട്ട് യേശു ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് പത്രോസാണ്. ബാക്കി ആരും ഒന്നും തന്നെ പറയുന്നില്ല. നീ ജീവനുള്ള ക്രിസ്തു, ദൈവപുത്രനായ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്നാ പറയും. അപ്പോഴാണ് യേശു പറയുന്നത്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതിന് ശേഷം നടക്കുന്ന കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സാത്താൻ എന്നാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഭാഗം ശരിക്കും മനസ്സിലാക്കിയേ സാധ്യമാകുകയുള്ളൂ. യേശു തൻ്റെ ശിഷ്യന്മാരോട് അടുത്തതായി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ, തന്നെ പറ്റിയുള്ള ദൈവഹിതം നടപ്പാക്കപ്പെടേണ്ടതിനെ, പൂർത്തീകരിക്കേണ്ടതിന് ഇന്നത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇതേ പത്രോസാണ് ഞാൻ അതിന് സമ്മതിക്കയില്ല, ഞാൻ അത് നിനക്ക് അത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കയില്ല എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്വന്തം ചൊൽപ്പടിയിൽ നിർത്തി സ്വന്തം താല്പര്യങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ദർശനങ്ങളുടെയും അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ഒക്കെ നേരിയ ഇടുങ്ങിയ ചട്ടക്കൂടിൽ യേശുവിനെ ഒതുക്കാനുള്ള ശ്രമമാണ് പത്രോസ് അവിടെ നടത്തുന്നത്. അവൻ്റെ കാഴ്ചപ്പാടിൽ, അവൻ്റെ അറിവിൽ ഇപ്രകാരമുള്ളൊരു അനുഭവത്തിലേക്ക് താൻ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ക്രിസ്തു കടന്നു പോകുന്നത് ഒരു വിധത്തിലും അനുവദനീയമല്ല. അത് അങ്ങനെ നിനക്ക് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഞാൻ പത്രോസ് പറയും. അപ്പോഴാണ് യേശു പറയുന്നത്, സാത്താനെ എന്നെ വിട്ടുപോകൂ. ഈ സംഭവത്തിൽ കൂടെയാണ് വാസ്തവത്തിൽ നാം സാത്താന്യ ശക്തി എന്താണ് എന്ന് ആത്മീകമായി മനസ്സിലാക്കേണ്ടത്. സാത്താനെ പറ്റിയുള്ള നമ്മുടെ പല ധാരണകളും വളരെ അപഹാസ്യമാണ്. മുലകുടി മാറാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും യോജിക്കാത്ത ആശയങ്ങളും കൊണ്ടാണ്
ഇപ്പോഴും നാം നിൽക്കുന്നത്. ഇതിനെപ്പറ്റി ഏറ്റവും തൃപ്തികരമായ വെളിപ്പെടുത്തൽ യേശു നടത്തിയിട്ടും അതൊന്നും നമുക്ക് സ്വീകാര്യമല്ല. വളരെ നികൃഷ്ടമായ തരംതാണ് ആശയങ്ങളോടാണ് നമുക്ക് താല്പര്യം. അപ്പൊ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ സാത്താൻ എന്ന് പറയുന്ന ഈ ശക്തി അല്ലെങ്കിൽ ഈ സാധ്യത, ഈ അംശം എന്താണ്? അത് മനുഷ്യന്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സാധ്യതയാണ്. എന്താണ് ആ സാധ്യത? എല്ലാറ്റിനെയും ദൈവത്തെ പോലും സ്വന്തം ആശയത്തിനും അറിവിനും മാനദണ്ഡങ്ങൾക്കും അടിമയാക്കുക, അല്ലെങ്കിൽ അതിൽ ഒതുക്കി നിർത്തുക. ഇതിനെ മനഃശാസ്ത്രത്തിൽ കൺട്രോൾ ഓറിയന്റേഷൻ എന്ന് പറയും. എല്ലാറ്റിനെയും നിയന്ത്രിക്കുക, എല്ലാറ്റിന്മേലും സ്വന്തം ഇച്ഛാശക്തിയെ സ്ഥാപിക്കുക, എല്ലാറ്റിനെയും സ്വന്തം ഇച്ഛാശക്തിയുടെ കീഴെയാക്കുക. സബ്ജക്റ്റ് എവറിഥിങ് ടു വൺസ് ഓൺ വിൽ. അതാണ് വാസ്തവത്തിൽ സാത്താൻ്റെ ശക്തി. സാത്താൻ എന്ന് പറയുന്ന ആശയം, സാത്താൻ എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇതാണ് എന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട കാലം വളരെ 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 വൈകിയിരിക്കുന്നു. നാം സാത്താൻ എന്ന് പറയുന്ന ഈ ഒരു സാധ്യതയെ ഇപ്രകാരം മനസ്സിലാക്കിയാൽ പല അധികാരികൾക്കും അത് വലിയ തട്ടുകേടാണ്. നാം പരിശുദ്ധമെന്ന് നനച്ചിരിക്കുന്ന പല സംവിധാനങ്ങളും സാത്താൻ്റെ കേളിരംഗങ്ങളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടി വരും. ഈ ആശയം പ്രത്യേകം മനസ്സിലാക്കുക. യേശു മനഃപൂർവ്വമായി വെളിപ്പെടുത്തിയതാണ്. എന്താണ് സാത്താന്റെ ശക്തി? പത്രോസിനോട് യേശു പറയുന്നു, സാത്താനെ എന്നെ വിട്ടുപോകൂ. എങ്ങനെയാണ് പത്രോസ് പെട്ടെന്ന് സാത്താനായത്? പത്രോസിന്റെ മനസ്സ് പ്രവർത്തിക്കുന്ന വിധം, ആ വിധം എന്താണ്? തനിക്ക് എന്താണ് ദൈവികമെന്നും എന്താണ് നല്ലതെന്നും എന്താണ് നല്ലതല്ല എന്നുമൊക്കെ ഉള്ള ഒരു ധാരണയുണ്ട്. ആ ധാരണ എത്രമാത്രം വിലപ്പോകുന്നതാണ്, എത്രമാത്രം സാധൂകരിക്കാവുന്നതാണ്, എത്രമാത്രം ആത്മീയമാണ് അല്ലെങ്കിൽ ആത്മീയമല്ല എന്നതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല. എനിക്ക് ആ പാഠം ഇത്രയും അറിയാം. അത് ഉപയോഗിച്ച് ഞാൻ എല്ലാറ്റിനെയും നിയന്ത്രിക്കും, എല്ലാറ്റിനെയും ഞാൻ ഇതിനകത്ത് ഒതുക്കിക്കളയും. ഇപ്പോൾ പണ്ടൊക്കെ മന്ത്രം ചെയ്യുന്നവര്, കൂടോത്രമൊക്കെ ചെയ്യുന്നവര് ചില ശക്തികളെ ആവഹിച്ച് കുടത്തിനകത്ത് കയറ്റിയിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ. പത്രോസ് യേശുവിനെ പിതാവായ ദൈവത്തിന്റെ ഹിതം മനുഷ്യരാശിയെ ആകമാനം ബാധിക്കുന്ന വിധത്തിൽ, അവർക്ക് നന്മയും വിടുതലും വരുന്ന വിധത്തിൽ ഈ ലോകത്തിൽ പൂർത്തീകരിക്കാൻ വന്ന ക്രിസ്തുവിനെ പത്രോസ് അവന്റെ ചെറിയ ചെറിയ ആശയങ്ങളിലും അവന്റെ ധാരണകളിലും ഒതുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ പത്രോസിന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ യേശു യെരൂശലേമിൽ പോകുന്നതും അവിടെ അപകടത്തിൽപ്പെടുന്നതും ക്രൂശീകരിക്കപ്പെടുന്നതും ഒരു വിധത്തിലും സ്വീകാര്യം. അവന്റെ കാഴ്ചപ്പാട് അത്ര മാത്രമേ ഉള്ളൂ. വളരെ ആത്മാർത്ഥമായിട്ടാണ്, യാതൊരു സംശയവുമില്ല. നല്ല ഉദ്ദേശത്തോടു കൂടെയാണ്, യാതൊരു സംശയമില്ല. എങ്കിലും അതിൻ്റെ ഉദ്ദേശം എന്താണ്? പത്രോസ് പാറയാണെന്നും പാറമേൽ സഭയെ പണിയുമെന്ന് യേശു പറഞ്ഞ ശേഷം പെട്ടെന്ന് പത്രോസിന്റെ സ്വഭാവം അങ്ങ് മാറുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്ത് നടന്നുകൂടാ, യേശു എവിടെ ആയിരിക്കണം അവൻ എന്ത് സംഭവിച്ചുകൂടാ എന്ന് ഞാൻ തീരുമാനിക്കും. പത്രോസ് തീരുമാനിക്കും. കാരണം പത്രോസ് സഭയുടെ അടിത്തറയാണല്ലോ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതുകൊണ്ടെല്ലാം ഞാൻ എൻ്റെ ആശയത്തിനും ഇംഗിതത്തിനും ഉള്ളിൽ ഒതുക്കും. ഇതാണ് പൈശാചികം എന്ന് പറയുന്നത്, മറ്റൊന്നുമല്ല. ദയവായി മനസ്സിലാക്കുക, മറ്റൊന്നും പൈശാചികമല്ല. ഇപ്പൊ യേശുവിൻ്റെ 3 പരീക്ഷകൾ നാം പരിശോധിക്കുമ്പോൾ സാത്താനത് തന്നെയാണ് ശ്രമിക്കുന്നത്. യേശുവിനെ അവൻ്റെ ചില ആശയങ്ങളോട്, സങ്കല്പങ്ങളോട്, ചില സമീപനങ്ങളോട് കൂട്ടിച്ചേർത്ത് അതിനുള്ളിൽ ഒതുക്കി നിർത്തുക എന്നതാണ് സാത്താൻ എന്ന് പറയുന്ന മർമ്മത്തിൻ്റെ ശ്രമം. എവിടെയൊക്കെ നാം എല്ലാറ്റിനെയും നമുക്ക് അറിയാവുന്നതും നമുക്ക് സ്വാധീനിക്കാവുന്നതും നാം കൈകാര്യം ചെയ്യുന്നതെല്ലാം നമ്മുടെ മാത്രം
ഇംഗിതത്തിനെ കീഴ്പ്പെടുത്തി അതിൻ്റെ മേൽ നിയന്ത്രണം സ്ഥാപിച്ച് അതിൻ്റെ മേൽ ആധിപത്യം ആസ്വദിക്കാമെന്ന് ചിന്തിക്കുന്ന ആ പ്രവണതയാണ് സാത്താൻ എന്ന് പറയുന്നത്. ഇത് വ്യക്തമായി നാം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോൾ മതത്തിൻ്റെ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് 90% കാര്യങ്ങളും സാത്താന്യമാണ്, സൈറ്റാനിക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഞാൻ പെന്തക്കോസ്ത് സഹോദരികളുടെ പ്രത്യേകമായ ഉപയോഗത്തിന് അവർക്ക് പ്രയോജനം വരേണ്ടതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞത്. അതുകൊണ്ട് ആ വിധത്തിൽ നമുക്കൊന്ന് കേന്ദ്രീകരിക്കും. നമുക്കറിയാം, പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ അതിൽ മുഴുവൻ നിബന്ധനകളാണ്. ആഭരണം ധരിക്കാമോ ധരിച്ചുകൂടെയോ, ഇന്ന വസ്ത്രം ഉടുക്കാമോ ഉടുത്തുകൂടെയോ, അതുപോലെ ആരുടെ കൂടെ സഹകരിക്കണം, ആരുടെ കൂടെ സഹകരിച്ചുകൂടാ, എപ്രകാരം പ്രാർത്ഥിക്കണം, എപ്രകാരം പ്രാർത്ഥിച്ചുകൂടാ, ദൈവത്തോട് ഏത് ഭാഷയിൽ സംസാരിക്കണം, ഏത് ഭാഷയിൽ സംസാരിച്ചുകൂടാ. ഇങ്ങനെ മുഴുവനും നിബന്ധനകളാണ്. ഓരോരോ പാസ്റ്റർമാര് മനുഷ്യരിടുന്ന വസ്ത്രത്തെ മാത്രം കേന്ദ്രീകരിച്ച് 1-2 മണിക്കൂറും വെച്ച് കീച്ചുന്നത് കേട്ടാൽ ഇത് കേട്ടിരിക്കുന്ന ആളുകളുടെ തലയിൽ ചാണകമല്ലെങ്കിൽ അവർക്ക് ബോധം കേട്ട് വരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ ധരിക്കുന്ന വസ്ത്രത്തെ പറ്റി ഇത്രമാത്രം വലിച്ചു കീറാൻ വല്ല ആവശ്യമുണ്ടോ? ഒരൊറ്റ കാര്യമാണ്, ഈ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് ആരും നരകത്തിൽ പോകുമെന്നോ വസ്ത്രം ധരിക്കാതിരുന്നാൽ ആരെങ്കിലും സ്വർഗത്തിൽ പോകുമെന്നോ യാതൊന്നും വേദപുസ്തകത്തിലില്ല. പിന്നെ അത് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ മനുഷ്യർ എന്ത് ധരിക്കണം ധരിച്ചുകൂടാ എന്ന് ഒരു പാസ്റ്റർ എഴുന്നേറ്റ് ആധികാരികമായി ഗർജിക്കുമ്പോൾ അത് കേട്ടിരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് കീഴ്പ്പെട്ടു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുപോലെ ഒരു പെന്തക്കോസ്ത് വിശ്വാസി ഒരു വീട് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമി വാങ്ങിക്കാനായിട്ട് അപ്പോൾ പാസ്റ്റർ എടുത്ത് പോകും. അപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറയും, ഒന്നിൽ പറയാം വാങ്ങിച്ചോ, അല്ലെങ്കിൽ പറയും വാങ്ങിക്കരുത്, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു വാങ്ങിക്കരുത്. വസ്തു വാങ്ങിക്കുന്നതിലൊന്നും അല്ല പ്രശ്നം, പാസ്റ്ററുടെ ഇംഗിതത്തെ അതുപോലെ ഒരു അടിമ എന്നോണം അനുസരിക്കുവാൻ പെന്തക്കോസ്ത് വിശ്വാസി കടപ്പെട്ടവനാണ്. അവന് സ്വന്തമായിട്ട് തലച്ചോറോ ചിന്തിക്കാനുള്ള ശക്തിയോ അവസരബോധമോ ഒന്നുമില്ല. പാസ്റ്ററുടെ പരിപൂർണമായ നിയന്ത്രണത്തിൽ തന്നെ ആര് നിരുപാധികമായി സമർപ്പിക്കുന്നു അവനത്രേ മേന്മയേറിയ പെന്തക്കോസ്ത് വിശ്വാസി. അതുപോലെ തന്നെയാണ് ഒരു പെന്തക്കോസ്ത് വിശ്വാസിയാൽ ആത്മാഭിഷേകം പ്രാപിക്കണം. ആത്മാഭിഷേകം പ്രാപിച്ചാൽ ഇന്ന കാര്യങ്ങൾ നമുക്കറിയാം. മറുഭാഷ തൊട്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് ആ കൂട്ടത്തിൽ പെടണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട അടിമത്തത്തെ സൂചിപ്പിക്കുകയാണ് എന്ന് പെന്തക്കോസ്ത് വിശ്വാസികൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ 1000 വർഷം മറുഭാഷ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കോ മറ്റ് മനുഷ്യർക്കോ നിങ്ങളുടെ അടുത്തുള്ള മൃഗങ്ങൾക്കോ യാതൊരു പ്രയോജനവുമില്ല. പക്ഷെ അതൊരു നിബന്ധനയാണ്. ഒരു പെന്തക്കോസ്തുകാരനാണെങ്കിൽ ദർശനം കാണണം, അത് നിബന്ധനയാണ്. അങ്ങനെ മറ്റും കാര്യങ്ങൾ നിങ്ങളിത് സത്യസന്ധമായി ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇതിൽ പ്രവർത്തിക്കുന്ന ഏക കാര്യം, ഇതിൽ ദൈവികമായ ഒരു കണിക പോലുമില്ല. ഇതിൽ പ്രവർത്തിക്കുന്ന ഏക കാര്യം പൈശാചികമാണ്, ഇത് സാത്താന്യമാണ്, സൈറ്റാനിക്കാണ്. കാരണം എന്താണ്? സൈറ്റാനിക് പ്രിൻസിപ്പിൾ എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാറ്റിനെയും സ്വന്തം താല്പര്യത്തിനും സൗകര്യത്തിനും സ്വാധീനത്തിനും അടിമയാക്കുക, എല്ലാറ്റിനെയും നിയന്ത്രിക്കുക. ഇതൊരു മാനസിക രോഗമാണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഡിസീസ്. വാസ്തവത്തിൽ സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും കരുതലും കൊണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ചക്രവർത്തിമാരെ പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളെയും നിയന്ത്രിച്ച് വാഴുന്ന ഈ പാസ്റ്റർമാരിൽ 100 പേരെ മനഃശാസ്ത്രപരമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും എവിടെയെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും. അത്രമാത്രം അവരുടെ രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്. പക്ഷെ അത് തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ ദൈവദാസന്മാരാണെന്നും പ്രവാചകന്മാരാണെന്നും പ്രത്യേക വേദോ വരം കിട്ടിയവരാണെന്നൊക്കെ നാം വിചാരിക്കും.
ഇത് ദയവായി മനസ്സിലാക്കുക. ഇനി ഈ ഒരു അംശം പെന്തക്കോസ്തുകാരുടെ ഇടയിൽ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവരുടെ ഇടയിലുണ്ട്. പക്ഷെ ഇതിന് ഏറ്റക്കുറച്ചിലുണ്ട്. ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും കരുതുന്നൊരു കാര്യം, ഞാനൊരു നിലപാടെടുക്കുന്നത് ആരെയെങ്കിലും എൻ്റെ താല്പര്യമനുസരിച്ചോ എൻ്റെ കാഴ്ചപ്പാട് മാത്രം അനുസരിച്ചോ വളച്ചൊടിക്കാനാണോ നിയന്ത്രിക്കാനാണോ എന്ന് ഞാൻ എപ്പോഴും അവരുടെ മനസാക്ഷിയോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്ക് സ്പഷ്ടമായി ചിന്തിക്കാൻ സാധിക്കുന്നത്. ഞാൻ ഈ യുദ്ധം ആദ്യം എൻ്റെ ഉള്ളിൽ നടത്തിയിട്ടാണ് ഞാൻ വെളിയിൽ വന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രവണതയാണ്, ഒരു ടെൻഡൻസിയാണ്, ഒരു ക്രേവിങ് ആണ്, ഒരു ദാഹമാണ് കഴിയുന്നത്രയും എല്ലാറ്റിനെയും എൻ്റെ അധികാര പരിധിയിൽ, എൻ്റെ സ്വാധീനത്തിൻ്റെ കീഴിൽ, എൻ്റെ നിയന്ത്രണത്തിൻ്റെ പരിധിയിലാക്കി വയ്ക്കുക എന്നുള്ളത്. അതിനകത്ത് രണ്ട് സാധ്യതകളുണ്ട്. നല്ല സാധ്യതയുണ്ട്, തികച്ചും പൈശാചികമായ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട്, ഞാനൊരു അധ്യാപകനായിരുന്നു. ഇപ്പോഴും ഒരു അധ്യാപക വൃത്തി എന്ന പോലെയാണ് ഞാൻ ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. ക്ലാസ് റൂമില്ലാത്തൊരു അധ്യാപകനാണ് ഇപ്പോൾ ഞാൻ. എങ്കിലും ആ ദൗത്യം തുറന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഞാൻ ക്ലാസ്സിൽ പോയി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവരുടെ മേൽ ഒരു വിധത്തിലുള്ള, ഒരു പരിധി വരെയുള്ള സ്വാധീനം എനിക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് സ്വീകരിക്കാൻ മനസ്സില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചൊരു സേവനമോ നന്മയോ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ എത്ര നന്നായി പഠിപ്പിച്ചാലും അവർക്കതൊരു ഗുണം ഉണ്ടാകത്തില്ല. കാരണം അപ്പോൾ എൻ്റെ അധികാരത്തെ സ്വീകരിക്കുന്ന അവർക്ക് നന്നാണ്. കാരണം എന്താണ്? അവരെക്കാൾ ഞാൻ വളർച്ച പ്രാപിച്ചു എന്നതുകൊണ്ടാണ്. എന്നാൽ ഞാനൊരു അധ്യാപകനായതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ എല്ലാ കാര്യത്തിലും ഞാൻ വളർച്ച കൂടുതൽ പ്രാപിച്ചു എന്ന് നിഗമിക്കാൻ യാതൊരു അടിസ്ഥാനവുമില്ല. അതിൻ്റെ സത്യം എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു എളിമ ഒരു അധ്യാപകനുണ്ടാകണം. ഈ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥികളിൽ നിന്ന് ഞാൻ അനേക കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ധന്യതയായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഞാൻ ഓർത്ത് സന്തോഷിക്കുന്നു. അവരോട് ഞാൻ എപ്പോഴും കടപ്പെട്ടവനാണ്. അപ്പോൾ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അതിൽ തന്നെ ഒരു മോശമായ കാര്യമല്ല. അത് മോശമാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിൽ യാതൊരു വളർച്ചയുമില്ലാതെ നമ്മളിങ്ങനെ ഉണങ്ങി വിറച്ച് ചെറിയൊരു കല്ലും കഷ്ടം പോലെ ഇരുന്നിട്ട് എല്ലാവരുടെയും മേൽ കുതിര കയറാൻ നടക്കുമ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നല്ല ഒരാശയമുണ്ട്, മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാവുന്ന ഒരാശയമുണ്ട്, ഒരു തിരിച്ചറിവുണ്ട്, ഒരു പരിജ്ഞാനമുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ അത് പൈശാചികമല്ല. എന്നാൽ എനിക്ക് എട്ടും പൊട്ടും അറിയില്ല. പക്ഷെ എല്ലാവരും എൻ്റെ നിയന്ത്രണത്തിലാകണം. ഞാൻ പറയുന്നതിനപ്പുറത്ത് ആരും ചവിട്ടരുത്. എൻ്റെ അറിവിനപ്പുറത്ത് ആരും പോകരുത്. ആരെങ്കിലും ഞാൻ ചിന്തിക്കുന്നതെന്ന് വേറിട്ട് ചിന്തിച്ചാൽ അവരെ ഞാൻ അടിച്ച് അമർത്തിക്കളയും. അത് തികച്ചും സാത്താന്യമാണ്, സൈറ്റാനിക്കാണ്, പൈശാചികമാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ യേശു തൻ്റെ ആത്മീയ ദർശനത്തിൽ അധികാരവർഗങ്ങൾക്ക് അല്പം പോലും വില കൽപ്പിക്കാതിരുന്നത് എന്ന് ക്രിസ്ത്യാനികൾ ഇന്നും മനസ്സിലാക്കുന്നില്ല. ക്രിസ്തു വിഭാവന ചെയ്ത ആത്മീയമായ ജീവിത രീതിയിൽ, വേ ഓഫ് ലൈഫ്, അധികാരവർഗത്തിന് അല്പം പോലും ഇടമില്ലായിരുന്നുവെങ്കിലും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, അത് പെന്തക്കോസ്ത് ആയിക്കോട്ടെ, കത്തോലിക്ക ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവർക്ക് അധികാരികളുടെ കാല് അവരുടെ പെടലിക്ക് വീണില്ലെങ്കിൽ അവർക്ക് സുഖിക്കത്തില്ല. കാരണം ചെറുപ്പം മുതലേ ഈ പൈശാചികമായ പരിശീലനം മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആരുടെയെങ്കിലും അധികാരത്തിൻ്റെ കീഴേ കിടന്നില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരത്തില്ല. ഇപ്പോൾ കേരളത്തിൽ ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും തമ്മിലുള്ള ഈ വലിയ അടിപിടിയുടെ കാരണം എന്താണ്? ആരുടെ സിംഹാസനത്തിൻ്റെ കീഴിൽ തങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ യാക്കോബക്കാരോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിലിരിക്കുന്നവരാണ്.
അപ്പൊ അന്ത്യോക്യ സിംഹാസനം ഇല്ലെങ്കിൽ അവർ പോയി. ക്രിസ്തു ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആത്മീയമായ ഒരു അറിവില്ലെങ്കിലും കുഴപ്പമില്ല, അന്ത്യോക്യ സിംഹാസനം വേണം. അതിനേക്കാൾ അപ്പുറമാണ് ദേവലോകം അരമനയിൽ ഒരു സിംഹാസനമുണ്ട്, അതിന് കീഴെ കിടക്കണം. പിന്നെ നമുക്കറിയാം മറ്റുള്ള സഭക്കാർ ഒട്ടും മോശമല്ല. ഇപ്പം മർത്തോമയാണെങ്കിലും CSI ആണെങ്കിലും മെത്തഡിസ്റ്റ് ആണെങ്കിലും കിത്തഡിസ്റ്റ് ആണെങ്കിലും ആരുടെയെങ്കിലും കീഴെ കിടക്കണം. ഇത് അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല. ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യരെ വിടുവിക്കാനായിട്ട് യേശു വന്നു. അതുകൊണ്ട് അവൻ്റെ ആത്മീയമായ ദർശനത്തിലും അവൻ കാട്ടിത്തുന്ന വഴിയിലും ഇങ്ങനെ അധികാരികൾ ആരും തന്നെ ഇല്ലായിരുന്നു. സ്വന്തം ശിഷ്യന്മാരുടെ കാല് കഴുകിയ ക്രിസ്തുവിൻ്റെ പേരിലാണ് ഈ വലിയ മഹാരഥന്മാർ മറ്റുള്ളവരുടെ മേൽ കുതിര കയറി നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിരിക്കുകയും കരയുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക. എൻ്റെ പ്രിയപ്പെട്ട പെന്തക്കോസ്ത് സഹോദരി സഹോദരങ്ങളെ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്, നിങ്ങളിങ്ങനെ എട്ടും പൊട്ടും അറിയാൻ വയ്യാത്ത ആളുകളുടെ അടിമകളായി നിന്നാൽ നിങ്ങളുടെ ജീവിതം പോക്കാണ്. കാരണം സാമാന്യ ബുദ്ധി നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾക്ക് എപ്പോഴാണ് ആന്തരികമായി വളരുവാനുള്ള ഒരു താല്പര്യം തോന്നുന്നത്? നിങ്ങളെക്കാൾ മേൽത്തരമായ ചിന്താഗതിയും അറിവുകളും ദർശനവും കാഴ്ചപ്പാടും അനുഭവങ്ങളും ഒക്കെ ഉള്ളവരുമുള്ള കൂട്ടായ്മയിലല്ലേ? വെറും കണ്ണുപൊട്ടന്മാർ അല്ലെങ്കിൽ വെറും എട്ടും പൊട്ടും അറിയാൻ വയ്യാത്ത, ചിന്തിക്കാൻ യാതൊരു കഴിവുമില്ല, അത് വയറ് മാത്രം വളർന്ന ചില ആളുകൾ ഇരുന്നുകൊണ്ട് മൃഗീയമായ അവശതം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അതിനകത്തിരുന്നാൽ നിങ്ങൾക്ക് വളർച്ച വരുമെന്ന് ചിന്തിക്കണമെങ്കിൽ അത് മുഴുവൻ ഭ്രാന്തല്ലേ? അങ്ങനെ സംഭവിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ന് മാത്രവുമല്ല, അവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ അംശത്തെയും കടിഞ്ഞാണിട്ട് കാത്തു സൂക്ഷിക്കുകയല്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? നിങ്ങൾക്ക് മറ്റുള്ളവരുമായി കൂട്ടായ്മ ആചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ടോ? നിങ്ങൾക്ക് വചനത്തിൻ്റെ സത്യം തന്നെ അറിയാൻ സ്വാതന്ത്ര്യമുണ്ടോ? എനിക്കറിയാം പെന്തക്കോസ്തുകാർക്ക് പലർക്കും വചനം കാണാപ്പാഠം അറിയാവുന്നവരുണ്ട്, പക്ഷേ അവർ വചനത്തെ മനസ്സിലാക്കുന്നവരല്ല. നിങ്ങൾ ചില കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ചത് കൊണ്ട് അതിൻ്റെ അർത്ഥം അറിയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ കേട്ട പ്രസംഗങ്ങൾ മുഴുവനും യേശു പഠിപ്പിച്ച കാര്യങ്ങളുടെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും പതിക്കാതെ ഇരിക്കത്തക്കവണ്ണം നിങ്ങളുടെ മനസ്സിന് ചുറ്റും കല്ലുകൊണ്ട് വേലി കെട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടേതായ വിധത്തിൽ നിങ്ങളുടെ ആന്തരികമായ വളർച്ച സംഭവിക്കത്തക്കവണ്ണം അത് ആത്മീയമായ ലക്ഷ്യം ആണ് എന്നതുകൊണ്ട്, യേശുവിൻ്റെ ലക്ഷ്യമായിരുന്നു എന്നതുകൊണ്ട്, ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ ആലയത്തിൽ നിന്ന് വെളിയിൽ വന്ന് വിശാലമായ ലോകത്തോടുള്ള ബന്ധത്തിൽ അവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവികമായ കൃപ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ ദൈവം സൃഷ്ടിച്ചതല്ലേ ലോകം മുഴുവൻ? ദൈവം സൃഷ്ടിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എങ്ങനെയാണ് പറയുന്നത് പാസ്റ്ററുടെ ഇട്ടാവട്ടത്തിന് ഉള്ളിൽ മാത്രമേ പരിശുദ്ധാത്മാവുള്ളൂ, വെളിയിൽ പോയാൽ പരിശുദ്ധാത്മാവില്ല? അങ്ങനെ ഒരു കാര്യം യേശു ഏതെങ്കിലും സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ടോ? നാം എവിടെയാകുന്നു അവിടെയെല്ലാം ആരാധനാലയമാകണം. 2 3 പേർ എവിടെ കൂടിയാലും ഞാൻ അവിടെ പക്ഷത്തിലുണ്ട് എന്നല്ലേ? എന്നാൽ യേശു പറഞ്ഞ ഒരു കാര്യവും നമുക്ക് സ്വീകരിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള അടിമത്വത്തിലാണ് നാം കഴിയുന്നത്. എൻ്റെ ഒരു അനുഭവം കൂടെ എന്നർത്ഥം. ഞാൻ ഒരിക്കലും വേറൊരു രാജ്യത്ത്, എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ടോ അവിടെ ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ എന്നെ സുവിശേഷം പ്രസംഗിക്കാൻ വിളിച്ചു. അതെന്നെ നന്നായി അത്ഭുതപ്പെടുത്തി. ഞാനവിടെ പോയി വചനത്തിൻ്റെ ചില അടിസ്ഥാന ലളിത പ്രമാണങ്ങൾ ഞാൻ അവിടെ അവതരിപ്പിച്ചു. അന്ന് രാത്രിയിൽ എനിക്ക് 2-3 പേരുടെ ഫോൺ കോൾ വന്നു. അത് 3 പെന്തക്കോസ്ത് വിശ്വാസികളാണ്, എൻ്റെ ആ പ്രസംഗം കേട്ടവരാണ്. അവർ 3 പേരും എന്നോട് പറഞ്ഞത്, 3 പേരും ഒരുമിച്ചല്ല, 3 പേര് വേറിട്ടാണ് വിളിച്ചത്. അവർ 3 പേരോട് പറഞ്ഞത്, ഞങ്ങൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്, ഞങ്ങൾ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തോട് താല്പര്യം അനുഭവിച്ച് ഞങ്ങൾ മനഃപൂർവ്വം ഇതിൽ സ്നാനമേറ്റ് വന്നവരാണ്. പക്ഷേ ഞങ്ങളെ ഇതിനകത്ത് ആടിനെ പോലെ കെട്ടിയിട്ടിരിക്കുകയാണ്. താങ്കളുടെ വചന ശുശ്രൂഷ കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വെറും അന്ധതയിലാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് പൊടിഞ്ഞുപോയി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളിത് തിരിച്ചറിയാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് നിങ്ങളെ വലിയ കോട്ടയിലിട്ട് അടച്ചിട്ടിരിക്കുക. മറ്റാരുമായി സമ്പർക്കം ഉണ്ടാകരുത് എന്നും
വചനത്തിൻ്റെ ആഴമേറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കരുത് എന്നും തങ്ങൾ പറയുന്നതിന് അപ്പുറത്തൊന്നുമില്ല എന്ന് നിങ്ങളെ പറഞ്ഞു ധരിപ്പിക്കുന്നവർ, നിങ്ങൾ അല്പം പോലും സംശയിക്കേണ്ട 100% സാത്താന്യ ശക്തികളാണ്. അവർ എന്തെല്ലാം നാടകം കളിച്ചാലും അകമേ അവർ സാത്താന്യ ശക്തികളാണ്. അത് സൈറ്റാനിക്. അത് മനസ്സിലാകണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ യേശു എന്തുകൊണ്ട് പത്രോസിനെ നോക്കി പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകൂ. പത്രോസിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ മനോഭാവമില്ലേ, ആ മനോഭാവമാണ് നിങ്ങളെ ഇന്നും അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാകണം. നിങ്ങൾക്ക് ദൈവം നൽകിയ ഈ നല്ല ജീവിതത്തിന്റെ സാധ്യതകൾ അല്പമെങ്കിലും ഒന്ന് തിരിച്ചറിയാൻ നിങ്ങൾ കൂട്ടാക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ യേശു പഠിപ്പിച്ച മനോഹരമായ താലന്തുകളുടെ ഉപമ പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ഏൽപ്പിച്ച ഒരു താലന്തുണ്ടല്ലോ, അതിൻ്റെ പേര് നിങ്ങളുടെ ജീവിതം എന്നാണ്. അത് നിങ്ങൾ കുഴിച്ചിട്ടിരിക്കുകയല്ലേ. അത് വളരുവാനും അതിൻ്റെ മനോഹരമായ ഉദാത്തമായ സാധ്യതകൾ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? വല്ല എരുത്തിലും കെട്ടിയിരിക്കുന്ന ആടിനും മാടിനും ഇതിനേക്കാൾ സ്വാതന്ത്ര്യമല്ലേ? ഇതിനേക്കാൾ വളർച്ചയില്ലേ? വളരെ സങ്കടത്തോടെ ഞാൻ പറയുക. ഞാനിതാരെ വിമർശിക്കാൻ പറയുന്നതല്ല. മനുഷ്യന്റെ അവസ്ഥ ഇതാകരുത്. മനുഷ്യനും മൃഗവും തമ്മിൽ വല്ല വ്യത്യാസവും വേണ്ടേ? ദയവായി ചിന്തിക്കുക. സാത്താൻ എന്ന് പറയുന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അത് ഇതാണ്. എന്താണ്? അല്പത്തരം കൊണ്ട് മറ്റുള്ളവരെ അടിമകളാക്കി തങ്ങൾ പറയുന്നതിനും നിശ്ചയിക്കുന്നതിനും അപ്പുറത്തൊന്നുമില്ല, തങ്ങൾ വരയ്ക്കുന്ന വരയ്ക്ക് അപ്പുറത്തൊന്നും ചവിട്ടാൻ നിങ്ങൾക്ക് അവകാശവുമില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ അടിമത്വത്തിന്റെ പടുകുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തി. അതുകൊണ്ട് അതിൻ്റെ ഗുണം അനുഭവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ സാത്താന്മാർ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അത് എല്ലാ മതങ്ങളിലുമുണ്ട്, ക്രിസ്തു മതത്തിലെ എല്ലാ സഭാ വിഭാഗങ്ങളിലുമുണ്ട്. അത് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് പെന്തക്കോസ്ത് വിഭാഗത്തിലാണ് എന്നതാണ് ഈ ഉള്ളവൻ്റെ അറിവ്. അല്ല എങ്കിൽ ഞാൻ ആശ്വസിക്കും. പക്ഷെ അങ്ങനെയാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ വിടുതലിന് വേണ്ടി തന്നെ യാഗമായി അർപ്പിച്ച ക്രിസ്തു, നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ ക്രിസ്തുവിലേക്ക് നിങ്ങൾ തിരിയുവീൻ. പാസ്റ്ററിൽ നിന്ന് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴാണ് നിങ്ങൾക്ക് വിടുതലുണ്ടാകുന്നത്. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ വഴിയെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. ആ വഴിയത്രേ ജീവനിലേക്കും സമൃദ്ധമായ ജീവനിലേക്കും നിങ്ങളെ വഴി നടത്തുന്നു. അപ്രകാരമുള്ള ഒരു പുതിയ ജീവിതത്തെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥയാത്ര ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സർവശക്തനായ ദൈവം ബുദ്ധിയും ധൈര്യവും തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.